ഗായ്സ് ഈ കാണുന്നത് നമ്മുടേത് നല്ല അടിപൊളി കപ്പ കൃഷിയാണ്. അന്നേരം ഞാൻ കപ്പയൊക്കെ പിഴുത കൂട്ടത്തിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കപ്പക്കമ്പ് എടുത്ത് നടുകയൊക്കെ ചെയ്തായിരുന്നു. ചുമ്മാ അങ്ങോട്ട് നട്ട് വെച്ചതേ ഉള്ളേ. പക്ഷേ എല്ലാം എന്താ നല്ലതായിട്ട് പിടിച്ച് അരുവത്തോടെ വന്നു. വളമൊന്നും ഇട്ടിട്ടേ ഇല്ല. എനിക്കൊന്നും വെയിലെല്ലാം മഴയൊക്കെ നല്ലതായിട്ടായതുകൊണ്ടായിരിക്കും അങ്ങ് പിടിച്ച്. ഇത് പിന്നെ എന്താ ചുമ്മാ നട്ടേ കണ്ടോ, അടുപ്പിച്ചടുപ്പിച്ച് ചുമ്മാ അങ്ങോട്ട് കുത്തി വെച്ചതേ ഉള്ളൂ കണ്ടോ. പക്ഷെ അത് പിടിച്ച് വലിയ കുഴപ്പമില്ലാതെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ആണ് നല്ല ആരോഗ്യത്തോടെ എല്ലാം നിൽക്കുന്നത്. അപ്പുറം ഇപ്പുറത്തും എല്ലാം നിൽക്കുന്നത് നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് കണ്ടോ. നല്ലതായിട്ടാണ് നിൽക്കുന്നത് കണ്ടോ. പിന്നെ അങ്ങോട്ടൊക്കെ അതേ കുറച്ചൊക്കെ നിൽപ്പുണ്ട്. അവിടെ എല്ലാം കാടാണ് കണ്ടോ. അവിടുത്തെ കാടൊക്കെ ഇനി തെളിക്കണം. പിന്നെ ഒരു തക്കാളി ചെടി തനിയെ കിളിച്ച് വന്നതാണ്. അതിന് ചുമ്മാ ഒരു കമ്പൊക്കെ നാട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരു ഇഞ്ചിയും കിളുത്തിയിപ്പുണ്ട് കണ്ടോ. ശരി അങ്ങനെ ആകട്ടെ. അങ്ങനെ കണ്ടോ. ഇനിയിപ്പോൾ ഉണക്കമായിട്ട് വേണം പഴയത് കൂട്ട് കൃഷിയൊക്കെ തുടങ്ങാൻ. ഇപ്പോൾ കൃഷിയൊന്നും ഇല്ല. ഉണക്കാകുമ്പോൾ വേണം എല്ലാം നടാൻ. മഴ സമയത്ത് എല്ലാം എന്താ നട്ടാലും പോക്കല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും മഴ സമയമായതുകൊണ്ട് അധികം ഒന്നും നടാത്തത്. ഇനിയിപ്പോൾ ഉണക്കാകുമ്പോൾ തക്കാളി കൃഷികളും പയർ കൃഷിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. നമ്മുടെ കൃഷിത്തോട്ടമൊക്കെ ഇപ്പം എന്താ ഒന്നും ഇല്ലാതെ കിടക്കുക. കുറച്ച് കാപ്പിയൊക്കെ അത് ഇത് നിൽപ്പുള്ളൂ. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അന്നേരം ഓക്കെ ബൈ.